എനിക്ക് ചോദിക്കാനുള്ള, കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിച്ചു മുടിച്ച ഇടതു മുന്നണിക്ക് ജനങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യണം? ഏറ്റവും പ്രധാനപ്പെട്ട വിലക്കയറ്റമാണ്. ഇന്ന് വിലക്കയറ്റം സമീപകാലത്തൊന്നുമില്ലാത്ത നിലയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതിഗുരുതരമായ വിലക്കയറ്റത്തെ നേരിടുന്ന കാര്യത്തിൽ സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിലെ വെളിച്ചെണ്ണ വില കിലോയ്ക്ക് 70 രൂപയുടെ വർധനമാണ് ഉണ്ടായി. 70 രൂപ വെളിച്ചെണ്ണയുടെ വില. തേങ്ങയുടെ വില പിടിച്ചാൽ കിട്ടാത്ത നിലയിലാണ്. അരിവില 8 രൂപ മുതൽ 15 രൂപ വരെ വർദ്ധിച്ചിരിക്കുകയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം കാരണം ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ കേരളത്തിൽ സംജാതമാണ്. സാധാരണഗതിയിൽ വിലക്കയറ്റമുണ്ടായാൽ സർക്കാർ വിപണിയിൽ ഇടപെട്ടുകൊണ്ട് സാധനങ്ങൾ സബ്സിഡൈസ് ചെയ്ത് ജനങ്ങൾക്ക് നൽകുന്ന ഒരു പ്രവർത്തനം എല്ലാ ഗവൺമെന്റുകളും ചെയ്തു വരാറുണ്ട്. പക്ഷേ കേരളത്തിൽ വിപണിയിലുള്ള ഇടപെടൽ തീർത്തും ദുർബലമാണ്. മാവേലി സ്റ്റോറുകളിലോ ന്യായവില ഡിപ്പോകളിലോ സാധനങ്ങൾ കിട്ടാത്ത അവസ്ഥയുണ്ട്. ഇന്ന് ഇന്ത്യയിൽ വിലക്കയറ്റം ഗണ്യമായി കുറയുമ്പോഴും 2025 ഏപ്രിൽ മാസത്തിലെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ നാണയപ്പെരുപ്പം 3.16%. അതേസമയം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ നാണയപ്പെരുപ്പം ഉള്ള സംസ്ഥാനം കേരളമാണ്. 5.9%. അപ്പോൾ ഇന്ത്യയിലെ നാണയപ്പെരുപ്പം 3.16 ആയിരിക്കുമ്പോൾ കേരളത്തിലെ നാണയപ്പെരുപ്പം 5.9 മാറുന്നത് വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കേരളത്തിലെ വിലക്കയറ്റം, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം അനിയന്ത്രിതമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഇത് നൽകുന്നത്.